ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കവർ ചെയ്യും എന്ന് ചോദിക്കുന്നതിനും എളുപ്പം ഇതിൽ എന്തൊക്കെ കവർ ചെയ്യില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കവർ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം ബേസിക്കലി ഇൻഷുറൻസിൽ എന്ന് വെച്ചാൽ ആദ്യത്തെ 30 ദിവസം ആക്സിഡൻറ്റ് മാത്രമേ കവർ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അതായത് ബാക്കി അസുഖങ്ങൾക്ക് 31ാമത്തെ ദിവസം തൊട്ടാണ് കവറേജ് വരുന്നത്. 2 കൊല്ലം വെയിറ്റിംഗ് പീരീഡുള്ള ഒരു 18ഓളം അസുഖങ്ങളുണ്ട്. പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒരു 3 വർഷത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ് കമ്പനികൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ബ്യൂട്ടിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റ്സിന് പൊതുവെ കൊടുക്കാറില്ല. അങ്ങനത്തെ എന്തൊക്കെ കവർ ചെയ്യില്ല എന്നാണ് നമ്മളൊരു സെയിൽസ് പേഴ്സണോട് ചോദിക്കേണ്ടത്. അതായത് ഒരു കമ്പനി റെപ്രസെൻറ്റേറ്റീവ് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത് ഈ പ്ലാനിൽ ഓക്കെ എന്തൊക്കെ കവർ ചെയ്യില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊന്നും കവർ ചെയ്യില്ല, ഒരു 10 കാര്യങ്ങളുണ്ടെങ്കിൽ അത് ബാക്കിയെല്ലാം കവർ ചെയ്യും എന്നുള്ളതാണല്ലോ. മറ്റേതാണെങ്കിൽ ചിലപ്പോൾ ഒരു 50 കാര്യങ്ങളുണ്ടാവും അത് കവർ ചെയ്യുന്നത്. അപ്പം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസിൽ പ്രത്യേകിച്ചും എന്തൊക്കെ കവർ ചെയ്യില്ല എന്നും മനസ്സിലാക്കണം. അതായത് എന്തൊക്കെ കവർ ചെയ്യുന്നു മനസ്സിലാക്കുന്നത് നല്ലതാണ്, ബെനിഫിറ്റ്സും ആണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എന്തൊക്കെ കവർ ചെയ്യില്ല എന്നും കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് അതിനനുസരിച്ച് ഇന്നത് കവർ ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എനിക്ക് വാട്സപ്പ് ചെയ്യാം, എന്നെ വിളിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൻഡ് ഗുഡ് ഡേ.